നമ്മൾ ഡെയിലി ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സിറം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പലതരത്തിലുള്ള സിറംസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ നാച്ചുറൽ സിറമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് തയ്യാറാക്കി യൂസ് ചെയ്തൊരു സിറമാണ് റൈസ് സിറം എന്ന് പറയുന്നത്. റൈസ് ക്രീം ഞാൻ പറഞ്ഞിട്ടുണ്ട്, റൈസ് വെച്ചിട്ടുള്ള പാക്കും ക്രീമും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈസ് സിറം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന എൻ്റെ മെഷർമെൻറ്റ്, അതായത് 3-4 വീക്സ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിറം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1.25 സ്പൂൺ വരുന്ന വൈറ്റ് റൈസ് എടുക്കുക. ഏത് റൈസാണോ അതെടുക്കുക. അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 5-6 സ്പൂൺ വരുന്ന വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കുക. ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് റൈസ് വാട്ടറും സെപ്പറേറ്റ് ആക്കണം. അതിനുശേഷം ഒരു ചെറിയ ബൗളെടുത്തതിന് ശേഷം 1/2 സ്പൂൺ വരുന്ന കറ്റാർവാഴ, ഞാൻ വാങ്ങുന്ന കറ്റാർവാഴയാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതെടുക്കുക. 3/4 സ്പൂൺ വരുന്ന നമ്മുടെ ഗ്ലിസറിൻ, 1 സ്പൂൺ വരുന്ന റോസ് വാട്ടർ, 2 വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഡ്രോപ്പ് വരുന്ന കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിരുന്ന റൈസ് വാട്ടറിൽ കുറച്ചായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത്രയും മാത്രം മതി റൈസ് സിറം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ വയ്ക്കാൻ മാറ്റുക. അത് വേണ്ട, ബോട്ടിൽ ഗ്ലാസ് ടൈപ്പ് വരുന്നില്ലേ ബോട്ടിൽസ്, അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഒരു 3-4 വീക്സ് നിങ്ങൾക്ക് സിറം അപ്ലൈ ചെയ്യാം. ആൻറ്റി ഏജിങ് ആണ്, ഡാർക്ക് സ്പോട്ട് മാറാൻ നല്ലതാണ്. കൊറിയൻ സ്കിൻ പ്രോഡക്റ്റിൽ വരുന്നതാണ് നമ്മുടെ റൈസ്. അപ്പോൾ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നാച്ചുറലാണ്. അതുപോലെ തന്നെ നമ്മൾ സിറം യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്ലെൻസർ, അത് കഴിഞ്ഞ് ടോണർ, പിന്നെ വരുന്ന സിറം അപ്ലൈ ചെയ്യുക. ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഇതൊന്ന് ചെയ്ത് നോക്കിയേ, ഫേസിൽ നല്ലൊരു ചേഞ്ച് കിട്ടും. നാച്ചുറൽ സിറം കൂടെ.